രണ്ടാമത്തത് വന്ന ചോദ്യം, ഒരാൾ അസ്ർ നിസ്കരിക്കുകയാണ്, അദ്ദേഹം നിസ്കാരം ആരംഭിച്ചു, ഒരു റക്അത്ത് കഴിഞ്ഞു, അതിന് ശേഷമാണ് ആ പള്ളിയിലേക്കൊരു ഇമാമ് കടന്നു വരുന്നത്. അപ്പോൾ ആ ഇമാമിൻ്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഇദ്ദേഹം തുടങ്ങി വെച്ച ഈ അസ്ർ നിസ്കാരം അത് സുന്നത്താക്കി മാറ്റി 2 റക്അത്ത് സുന്നത്തായി പൂർത്തീകരിച്ച് ആ ഇമാമിൻ്റെ കൂടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള മസ്അലകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നിയ്യത്ത് മാറ്റുക, തഗ്യീറുൻ നിയ്യ എന്നാണ് പണ്ഡിതന്മാർ, ആ ഒരു വിഷയത്തിലാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്തത്. ഒരാൾ ഒരു നിയ്യത്തിലൊരു ഇബാദത്ത് ആരംഭിച്ചു, ഇബാദത്തിനിടയിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൻ്റെ നിയ്യത്ത് മാറ്റുക എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഖായിദയാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ അദ്ദേഹം പറഞ്ഞൊരു ഖായിദയാണ്, മിൻ മുഅയ്യനിൻ ലി മുഅയ്യനിൻ ലാ യസിഹ് വമിൻ മുത്ലഖിൻ ഇലാ മുഅയ്യനിൻ ലാ യസിഹ് വമിൻ മുഅയ്യനിൻ ലി മുത്ലഖിൻ യസിഹ്. ഒരു ഖായിദയാണ്. 2 രീതിയിലാണ് നിസ്കാരമുള്ളത്. ഒന്ന് നിശ്ചിതമായൊരു നിസ്കാരം, ഇപ്പം ളുഹറിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, മുമ്പുള്ളതും ശേഷമുള്ളത്, അല്ലെങ്കിൽ ളുഹർ നിസ്കാരം, അസ്ർ നിസ്കാരം, അതുപോലെ തന്നെ റവാത്തിബ് നിസ്കാരങ്ങൾ, അതൊരു മുഅയ്യനായ നിസ്കാരമാണ്, നിശ്ചയിക്കപ്പെട്ടൊരു നിസ്കാരമാണ്. അതൊരു വിഭാഗം. രണ്ടാമത്തെ ഒരു വിഭാഗം നിസ്കാരമാണ് നഫ്ൽ നിസ്കാരങ്ങൾ. നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, നിസ്കരിക്കാം. മുത്തലഖായിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം, മറ്റൊന്നിനോട് ബന്ധപ്പെടുത്താതെ ഒരു പ്രത്യേകമായ പേരില്ലാതെ മുത്തലഖായിട്ട് നിസ്കരിക്കാം. ഈ 2 രീതിയിലാണ് നിസ്കാരം ഉള്ളത്. അപ്പം ഖായിദയുടെ ആരംഭം മിൻ മുഅയ്യനിൻ ലി മുഅയ്യനിൻ ലാ യസിഹ്. ഒരാൾ നിശ്ചിതമായൊരു നിസ്കാരം ആരംഭിച്ചു, അഥവാ അസ്ർ നിസ്കാരം ആരംഭിച്ചു, അല്ലെങ്കിൽ ഫജ്ർ നിസ്കാരത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ആരംഭിച്ചു. അങ്ങനെ മുഅയ്യനായ ഒരു നിസ്കാരം, നിശ്ചിതമായൊരു നിസ്കാരം ഒരാൾ ആരംഭിച്ചാൽ ആ നിയ്യത്തിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെ തുടങ്ങിയ ആ ഇബാദത്ത് അതേപോലെ നിശ്ചയമായ വേറൊരു ഇബാദത്തിലേക്ക് മാറ്റൽ അനുവദനീയമല്ല. ഇപ്പോൾ ഒരാൾ ളുഹർ നിസ്കാരം ആരംഭിച്ചു, ളുഹർ നിസ്കാരം 1 റക്അത്ത് പൂർണ്ണമായതിനു ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹം ളുഹർ നിസ്കരിച്ചിട്ടുണ്ട്, അസ്റാണ് നിസ്കരിക്കേണ്ടതെന്ന്. ആ 1 റക്അത്തിന് ശേഷം ആ നിയ്യത്ത് അസ്റിലേക്ക് നീക്കുക എന്നുള്ളത് ലാ യസിഹു, അദ്ദേഹത്തിൻ്റെ നിസ്കാരം സഹിഹാവുകയില്ല. കാരണം ഒരു നിശ്ചിതമായ നിസ്കാരത്തിൽ നിന്നും വേറൊരു നിശ്ചിതമായ നിസ്കാരത്തിലേക്കാണ് അദ്ദേഹം അത് മാറ്റിയത്. കാരണം നിശ്ചിതമായൊരു നിസ്കാരം, ഒരു ഇബാദത്ത്, അതിൻ്റെ ഷർത്താണ് അത് തുടങ്ങുമ്പോഴേ എന്ത് വേണം, നിയ്യത്ത് വേണം. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്നാണ് അദ്ദേഹം, ആ ഒരു ഹദീസാണ് ഈ ഖായിദക്ക് അദ്ദേഹം തെളിവായിട്ട് പറഞ്ഞത്. അത് ഒന്നാമത്തത്. രണ്ടാമത്തെ ഒരു വിഭാഗം മുത്തലഖായൊരു നിസ്കാരം. ഒരാൾ ഇങ്ങനെ തോന്നുകയാണ് എനിക്കൊരു 2 റക്അത്ത് അല്ലാഹ് കൊണ്ട് നിസ്കരിക്കണം, അദ്ദേഹം നഫ്ൽ നിസ്കാരം ആരംഭിച്ചു, 1 റക്അത്ത് പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹം അസ്ർ നിസ്കരിച്ചിട്ടില്ല, ഇത് അസ്റിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചത്. അഥവാ മുത്തലഖാട്ട് നിസ്കാരമാണ്, നഫ്ൽ നിസ്കാരമാണ്, അത് ആരംഭിച്ചു. ആ മുത്തലഖായ നിയ്യത്തിലാണ് ആരംഭിക്കുന്നത്. പിന്നീട് അത് മുഅയ്യനിലേക്ക് നീക്കുകയാണ്. അസ്ർ നിസ്കാരം മുഅയ്യനായ നിസ്കാരമാണ്. അപ്പം മുത്തലഖായ ഒരു നിസ്കാരത്തിൽ, നിരുപാധികമുള്ളൊരു നിസ്കാരത്തിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട നിശ്ചിതമായ നിസ്കാരത്തിലേക്ക് മാറ്റുക എന്നുള്ളത് ലാ യസിഹു, അതും എന്തല്ല, സഹീഹല്ല. കാരണം നിശ്ചിതമായ നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എന്ത് വേണം, നിയ്യത്ത് വേണം. ഇദ്ദേഹം നിസ്കാരം ആരംഭിച്ചത് നഫ്ലിൻ്റെ നിയ്യത്തിലാണ്, പിന്നീട് അതിനെ അസ്റിലേക്ക് നീക്കുക എന്നുള്ളത് ശരിയാവുകയില്ല. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് മുഅയ്യനായ ഒരു നിസ്കാരം, അതിനെ മുത്ലഖിലേക്ക് നീക്കുക എന്നുള്ളത്. ഒരാൾ അസ്ർ നിസ്കാരം ആരംഭിച്ചു, മുഅയ്യന നിസ്കാരമാണ്, നിശ്ചിതമായ നിസ്കാരമാണ്, അതിൻ്റെ നിയ്യത്തിൽ അത് ആരംഭിച്ചു. ആ ആരംഭിച്ചതിന് ശേഷം 1 റക്അത്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലും കാരണത്താൽ അദ്ദേഹം ആ ഒരു നിസ്കാരത്തെ അതിൻ്റെ നിയ്യത്ത് മാറ്റുകയാണെങ്കിൽ മുത്തലഖായ നിസ്കാരത്തിലേക്ക്, അഥവാ നഫ്ലായ വെറും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അന്നതിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് സഹീഹാവുന്നതാണ്. കാരണം മുത്തലഖ ഒരാൾ ഒരു മുഅയ്യനായ നിസ്കാരം ആരംഭിക്കുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, മുത്തലഖായ നിസ്കാരത്തിൻ്റെ നിയ്യത്തും ഉണ്ട്. അപ്പോൾ ആ മുത്തലഖായ നിസ്കാരത്തിന് എന്ത് ചെയ്യും, അതിൻ്റെ ആരംഭത്തിൽ തന്നെ നിയ്യത്ത് കിട്ടും എന്നതുകൊണ്ട്
അപ്പോൾ ചോദിച്ച ആൾ ചോദിച്ചത് അസ്ർ നിസ്കാരത്തെ സുന്നത്താക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. കാരണം അദ്ദേഹം ആരംഭിച്ച അസ്ർ നിസ്കാരം മുഅയ്യനാണ്. അപ്പം ജമാഅത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അതിനെ വെറും നഫ്ൽ നിസ്കാരമായിട്ട് ചുരുക്കി 2 റക്അത്താക്കി നിസ്കരിക്കുന്നത് അനുവദനീയമാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ ഫത്വകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا